അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എന്ത് സുഖം അല്ലേ? അപ്പം DF ഇറ എന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തിൻ്റെ 50 കോടി ഇന്നലെ പിന്നിട്ട വിവരം ഞാൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ കൊണ്ട് ചിത്രം കേരളത്തിൽ നിന്ന് 2 കോടിക്ക് മുകളിലാണ് ഇന്നലെ കളക്ട് ചെയ്തത്. ശരാശരി 2 കോടി 2.5 കോടി റേഞ്ചിൽ തന്നെയാണ് കേരളത്തിൽ നിന്ന് ഇപ്പം പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരു ന്യൂസ് തിരിച്ചു പുറത്തു വരുമ്പോൾ നവംബർ 3 ആ കണക്ക് പുറത്തു വിട്ടേക്കുന്നത്. പ്രൈം മീഡിയയാണ് അത് പുറത്തു വിട്ടിരിക്കുന്നത്. അതും പ്രകാരം DF ഇറ എന്ന ചിത്രം $3 ലക്ഷം അവിടെ നിന്ന് നേടിയതായിട്ടാണ് വാർത്ത വരുന്നത്. ഏകദേശം 3-ാം തീയതി എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച, അപ്പം വ്യാഴം, വെള്ളി, ശനി, ഞായർ 3 ദിവസത്തെ കളക്ഷനാണ് $3 ലക്ഷം. അങ്ങനെ 2.2 കോടി 66 ലക്ഷം രൂപയാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായി ഈ ചിത്രം നേടിയിരിക്കുന്നത്. വമ്പൻ കളക്ഷനല്ലേ? അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന വാർത്ത അനുസരിച്ച് വീണ്ടും ഒരു 9 സ്ക്രീനിലേക്കും കൂടെ ചിത്രം നീട്ടിയിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ വിദേശ രാജ്യങ്ങളിലെല്ലാം വമ്പൻ രീതിയിലുള്ള കളക്ഷൻ വരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്ക്രീൻ കൗണ്ടിങ്ങിൻ്റെ എണ്ണം കൂട്ടുന്നു. ഈ വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്ക്രീനുകളുടെ എണ്ണം കൂട്ടുന്നു. നമ്മുടെ തെലുങ്ക് പതിപ്പിൻ്റെ റിലീഫ് തുടങ്ങി. നവംബർ 7-ാം തീയതിയാണ് അത് റിലീഫ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വിവിധ ഭാഷകളിൽ ഈ ചിത്രം ഇറക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കർണാടകത്തിലെ കളക്ഷൻ നമ്മൾ കണ്ടു, 3 കോടി ഇന്നലെ പിന്നിട്ടു. തമിഴ്നാട്ടിൽ നിന്ന് 2 കോടി പിന്നിടുന്നു. ഹിന്ദി മാർക്കറ്റിൽ നിന്ന് 1 കോടി പിന്നിടുന്നു. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ DF ഇറ എന്ന ചിത്രം പ്രേക്ഷക പിന്തുണ നേടി മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ ആഴ്ച പൊതുവെ സ്ക്രീനുകളുടെ എണ്ണം കൂടും എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. വിവിധ ഭാഷകളിൽ ഈ ചിത്രം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. വിദേശ മാർക്കറ്റിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് നടക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും ചങ്കിടിപ്പ് കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇന്നലത്തെ കളക്ഷനോടെ ഇന്നലെ കളക്ഷൻ ഏകദേശം 3-4 കോടി രൂപ 4 കോടി രൂപയെങ്കിലും വേൾഡ് വൈഡായിട്ട് ഇന്നലെ പ്രതീക്ഷിച്ചായിരുന്നു. അത് കിട്ടിക്കാണും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും അല്പസമയത്തിന് ശേഷമേ കിട്ടത്തുള്ളൂ. ഏതായാലും 49 കോടി ഇന്നലെ നമ്മൾ ഇട്ടിരുന്നു. അപ്പം ഇന്നലെ കൊണ്ട് ഏകദേശം 52.5 കോടി 53 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് 100% ഉറപ്പാണ്. കേരളത്തിൽ നിന്ന് അത് ഇന്നലെ ഞാൻ പറഞ്ഞത് 2 കോടി ആണ് കേരളത്തിലെ കളക്ഷൻ. അങ്ങനെ 20 കോടി 60 ലക്ഷത്തിൽ നിന്ന് 22.5 കോടിയിലേക്ക് ഈ ചിത്രം എത്തുന്നു. അങ്ങനെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് DF ഇറയെ പറ്റിയുള്ള വാർത്തകൾ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി ഞാൻ വീണ്ടും എത്താം. ഓക്കെ.